ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT കസ്റ്റഡിയിൽ ലഭിച്ച എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നു. തിരുവനന്തപുരം ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്യുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, പുതിയ വിവരങ്ങൾ എങ്ങനെ? ഷഫീദ് റാവുത്തർ. അല്പസമയം മുൻപാണ് തിരുവനന്തപുരം ജയിലിൽ നിന്ന്, അതായത് ജയിലിലായിരുന്ന എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ ലഭിച്ച കൊല്ലം വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ട സാഹചര്യത്തിൽ SIT സംഘം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് SITയുടെ ക്യാമ്പ് ഓഫീസായി പ്രവർത്തിക്കുന്ന ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള മണിക്കൂറുകൾ അത് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് നാളെ വൈകിട്ട് 5 മണി വരെയാണ് എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വെക്കാനുള്ള, അതിനാൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കാനുള്ള അനുമതി. സ്വാഭാവികമായും ഈ സമയം പരമാവധി ചോദ്യം ചെയ്യൽ അത് നേരത്തെ നടത്തും. മുൻപ് ഈ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഈ പ്രത്യേക അന്വേഷണ സംഘം കാര്യമായ ചോദ്യം ചെയ്യൽ നടത്തിയില്ല. എന്നാൽ ഇന്ന് മുതൽ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഇന്നും നാളെയും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്താനാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ ആവശ്യമെങ്കിൽ എ പത്മകുമാറിനെ ചിലയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളും SIT സംഘം നടത്തും. മാത്രമല്ല, ഇതിൽ പത്മകുമാർ പറയുന്ന മറുപടികൾക്ക് വലിയ വിലയുണ്ട്. പ്രത്യേകിച്ച് മറ്റേതെങ്കിലും ഉന്നതരുടെ പേരുകൾ എ പത്മകുമാർ പറയുമോ, അതല്ലെങ്കിൽ അദ്ദേഹം തന്നെ മുൻപ് പറഞ്ഞതുപോലെ ദൈവതുല്യനായി കാണുന്ന ആൾക്കാരൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുമോ? മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ഈ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച വിശദമായ അന്വേഷണം SIT നടത്തി ചില കാര്യങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു. അക്കാര്യത്തിലൊക്കെ എന്താണ് എ പത്മകുമാറിന്റെ മറുപടി എന്നുള്ളത് നിർണായകമായി മാറും. റീജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.